ഹേ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ സിമ്പിളായിട്ട് മണി ഏൺ ചെയ്യാൻ പറ്റാവുന്ന ഒരു അടിപൊളി പ്ലാറ്റ്ഫോമിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. ഒരു ഫ്രീലാൻസർ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ഒരു ജോബിൽ കയറാനായിട്ട് പറ്റും. ഫ്രീലാൻസർ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഫ്രീലാൻസർ തന്നെയാണ്. നമ്മൾ വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യുന്ന ഏതൊരാളും ഫ്രീലാൻസർ എന്നാണ് പറയുക. അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു തന്നുള്ളൂ. ഏകദേശം ഇതിൽ വർക്ക് വന്നിട്ടുള്ളത് 3,40,000 അതിൽ കൂടുതൽ വർക്കുകളാണ് ഈ ഒരു സൈറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. 98,000 ആളുകൾ ഇതിലിപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇതിലേക്ക് അവർക്ക് ആവശ്യമുള്ള വർക്കേഴ്സ് ആരൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എഡിറ്റേഴ്സിന് ആവശ്യമുണ്ട്, ട്രാൻസ്ലേറ്റർ, ഗ്രാഫിക് ഡിസൈനേഴ്സ്, റൈറ്റേഴ്സ്. നമ്മളിതിൽ 4 തരത്തിലുള്ള ജോബുകളാണ് വരുന്നത്. ഈ ജോബിൽ നമ്മൾ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് ട്രാൻസ്ലേറ്റർ ആണ്. ട്രാൻസ്ലേറ്റർ ആകുമ്പോൾ എല്ലാവർക്കും ഈസി ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ തരുന്ന ഒരു പ്രൊഡക്റ്റ് നമ്മൾ എന്ത് ചെയ്താൽ മതി, മാറ്റി ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അതിന് പറ്റിയ ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലേ സ്റ്റോറിലുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ മുഴുവൻ ഡീറ്റെയിലിംഗ് ആണ് നമ്മൾ ഈ ഒരു ഇതിൽ കൊടുക്കുന്നത്. ഫുൾ കാര്യങ്ങൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ടും കാണാം. മാത്രമല്ല നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മാത്രമല്ല ഇതിനേക്കാൾ കൂടുതൽ എമൗണ്ട് ഏൺ ചെയ്യാൻ പറ്റാവുന്ന ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ നമ്മൾ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട്. അതിൽ നിങ്ങൾ ഇനിയും ജോയിൻ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്ത് വെച്ചോളൂ. നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൽ നമ്മൾ ഓഫേഴ്സ്, നമ്മുടെ എല്ലാ കാര്യങ്ങളും, നമ്മുടെ ഗീവേഴ്സ് ആണെങ്കിലൊക്കെ നമ്മൾ ആക്റ്റീവായി നിൽക്കുന്നത് നമ്മുടെ കമ്മ്യൂണിറ്റിയിലാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കാനായിട്ട് പറ്റും. പിന്നെ ഇതിൻ്റെയൊക്കെ പ്രൂഫും കാര്യങ്ങളും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് വരുന്ന ഈ ഒരു ജോബാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാൻ ജസ്റ്റ് ഫസ്റ്റത്തെ ഇൻ്റർഫേസ് നിങ്ങളെ കാണിച്ചു എന്നുള്ളൂ. ഓക്കെ, ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോണ്ടാക്ട് ചെയ്യാനൊക്കെ പറ്റും. ഫുൾ ടൈം അവർ ഓപ്പൺ ആയിട്ട് ഉണ്ടാവും. 24/7 അവരുടെ ഹെൽപ്പ് ലൈന് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. എങ്ങനെയാണ് ഇതിലൊരു ട്രാൻസ്ലേറ്ററായിട്ട് ജോലി ചെയ്യാം, ഇതിൻ്റെ യൂസ്ഫുൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ട്രാൻസ്ലേറ്റർ എന്നുള്ള ജോബിൽ നമ്മളൊന്ന് ടാപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇവർക്ക് ട്രാൻസ്ലേഷൻ ജോബ് കൊടുക്കുന്നത് ഈ കമ്പനീസ് കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. ഇപ്പോൾ നമുക്കിവിടെ ഇവരുടെ ട്രാൻസ്ലേറ്റർ ജോബുകൾ കാര്യങ്ങളൊക്കെ ഇവിടെ കാണാനായിട്ട് പറ്റും. ഇപ്പോൾ ഈ ഇംഗ്ലീഷിൽ നിന്ന് സ്പാനിഷിക്ക് ഇവർ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് $22 ഇവിടെയാണ് അവരുടെ വർക്ക് ഉണ്ടാവുക. നമ്മളതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുക. പക്ഷേ അതിൽ വർക്ക് ചെയ്യുന്നതിന് മുന്നേ നമ്മളിത് രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. പിന്നെ 852 പേജസ് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടതുണ്ട്. പിന്നെ അതിന് ഇറ്റാലിയനിൽ നിന്ന് ഇംഗ്ലീഷിൽ നിന്ന് ഇറ്റാലിയൻ നമുക്ക് കിട്ടുന്നത് $19 കാര്യങ്ങളുമാണ് പെർ പേജിന് കേട്ടോ. ഒരു പേജിനാണ് 852 ഓരോ പേജിനും $19 വെച്ച് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കത് കൂട്ടി നോക്കിയാൽ മനസ്സിലാവും. $1 പറഞ്ഞു കഴിഞ്ഞാൽ 90 രൂപേൻ്റെ അടുത്ത് ഇപ്പോൾ വരുന്നുണ്ട്. ഓക്കെ, 746 പേജിലുള്ള ട്രാൻസ്ലേറ്ററാണ് ഇവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇംഗ്ലീഷിൽ നിന്ന് ചൈനീസിൽ നിന്ന് ഇംഗ്ലീഷിനും. ഇതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്, നമുക്ക് ആ ഒരു ഡാറ്റാസ് എടുത്ത് നമ്മളിപ്പോൾ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ആപ്ലിക്കേഷൻസ് നോക്കി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ വർക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്കതിൽ എഡിറ്റേഴ്സായിട്ടുള്ള ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ രജിസ്റ്റർ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ സൈഡിലുള്ള 3 ബാറിൽ ക്ലിക്ക് ചെയ്യണം. അതിന് ശേഷം സൈൻ ഇൻ എന്നുള്ള പ്രോസസ്സ് നമ്മൾ ആദ്യം കംപ്ലീറ്റ് ചെയ്യുക. നമ്മൾ ക്ലയൻസ് ആണല്ല, നമ്മൾ പ്രൊഫഷണൽസ് ആയിട്ടാണ് നമ്മളിവിടെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ ചോദിക്കുന്നത് യൂസർ നെയിമും പാസ്വേഡും അടിക്കാനാണ്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ പുതിയൊരു മെമ്പർ ആയതുകൊണ്ട് തന്നെ ബിക്കം എ ട്രാൻസ്ലേറ്റർ അല്ലെങ്കിൽ ബിക്കം എ ന്യൂ മെമ്പർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് ട്രാൻസ്ലേഷനാണ് ഞാനിവിടെ ചൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് മറ്റുള്ള ജോബുകളൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എഡിറ്റേഴ്സ് ആണെങ്കിൽ ചിലർ ഗ്രാഫിക് ഡിസൈനേഴ്സ് പഠിച്ചവരായിരിക്കും. അങ്ങനത്തെ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ജോലി കിട്ടാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതിലൂടെ ഒന്ന് ട്രൈ ചെയ്യുക. മറ്റേ ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഇതേപോലത്തെ ഒരു ഫോം ഉണ്ടാവും. ആ ഒരു ഫോം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്താൽ മതി. വളരെ സിമ്പിളായിട്ട് നമ്മളെ കാര്യങ്ങൾ മാത്രം ചോദിക്കുന്ന ഒരു ഫോമാണ് കേട്ടോ. അല്ലാതെ കൂടുതൽ കാര്യങ്ങളൊന്നും ഇതിൽ പറയുന്നൊന്നുമില്ല. ജസ്റ്റ് നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മുടെ ഡീറ്റെയിൽസ് തന്നെ, വേറൊന്നും ഇതിലില്ല. നമ്മൾക്ക് അറിയുന്ന ലാംഗ്വേജസ്, നമ്മുടെ ടാർഗറ്റ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒരു സ്റ്റെപ്പായിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം ചോദിക്കുന്നത് യൂസർ നെയിമും പാസ്വേഡും ഇമെയിൽ അഡ്രസ്സും. ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അതിലൊരു സംശയമില്ല. സംശയം തോന്നുന്ന കാര്യങ്ങൾ ഞാനൊന്ന് കാണിച്ചു തരാം.
പിന്നെ വരുന്നത് നമ്മളോട് പേയ്മെൻറ്റ് മെത്തേഡാണ്. പേയ്മെൻറ്റ് മെത്തേഡ് എല്ലാവരും പേപാൽ തന്നെ കൊടുക്കുക. പേപാലിൽ എന്താണോ ഇമെയിൽ അഡ്രസ്സ് കൊടുത്തിട്ടുള്ളത് അതാണ് നമ്മൾ മുകളിൽ കൊടുക്കുന്ന ഇമെയിൽ അഡ്രസ്സായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ. പിന്നെ ഒരു ഡിസ്ക്രിപ്ഷൻ, നിങ്ങളെക്കുറിച്ചുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ 150 വാക്കിൽ നിങ്ങളിവിടെ കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ഇതുപോലെ നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഡിസ്ക്രിപ്ഷനാണ് നിങ്ങളിവിടെ കൊടുക്കേണ്ടത്. അത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ജോലി തരാനായിട്ട് തോന്നണം. അപ്പോൾ അതനുസരിച്ചൊരു ഒരു ഡിസ്ക്രിപ്ഷൻ ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കൊടുത്തുന്നുള്ളൂ. അതുപോലെ അതിനേക്കാൾ നല്ല രീതിയിലൊക്കെ എഴുതാൻ വയ്ക്കുന്ന ആൾക്കാരുണ്ടാവും. ഓക്കെ, അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക. പിന്നെ ക്രെഡൻഷ്യലും കാര്യങ്ങളൊക്കെ കൊടുക്കുക. പിന്നെ നിങ്ങളിവിടെ സെലക്ട് ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് ഈ നിങ്ങളുടെ ലാംഗ്വേജ്. നിങ്ങൾക്ക് അറിയുന്ന ലാംഗ്വേജുകളൊക്കെ ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുക. ചിലർക്ക് ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം എല്ലാ ഭാഷ അറിയുന്നവരുണ്ടാവും. അതിനനുസരിച്ച് ഇവിടെ ഭാഷകൾ ഫുള്ളായിട്ട് സെലക്ട്. ലാംഗ്വേജ് ചോദിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഏറ്റവും കൂടുതൽ ലാംഗ്വേജുകൾ ഇതിലൊക്കെ കൊടുക്കുക. കാരണം നിങ്ങൾക്ക് ആ ലാംഗ്വേജുകളൊക്കെ ചെയ്യാനായിട്ട് പറ്റും. എങ്ങനെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് എന്ത് ചെയ്യാം, ഗൂഗിളിലുള്ള ആപ്ലിക്കേഷൻസും മറ്റതൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ ലാംഗ്വേജിലേക്കൊക്കെ കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സിമ്പിളാണ്. പിന്നെ അതിൻ്റെ ശേഷമാണ് നമ്മൾ ഈ ഒരു ക്യാപ്ച ഇവിടെ കൊടുക്കേണ്ടത്. ഇവിടെ 3 കാറ് + 2 9 11 14 എന്നുള്ള ഒരു നമ്പർ ഞാനിവിടെ കൊടുക്കുന്നു. ഓക്കെ. പിന്നെ അതിന് ശേഷം ഇവിടെ നമ്മൾക്ക് ചോദിക്കുന്ന എല്ലാ കാര്യവും നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ടേംസ് ആൻഡ് കണ്ടീഷനാണ്. വളരെ സിമ്പിളായിട്ട് ഇതിൽ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ടുള്ളൊന്നുമില്ല. പിന്നെ അതിന് ശേഷം സബ്മിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ താങ്ക് യു ഫോർ സബ്മിറ്റിംഗ് യുവർ അപ്ലിക്കേഷൻ, വി വിൽ കോൺടാക്ട് യു സൂൺ റിഗാർഡിംഗ് യുവർ ഡിസിഷൻ എന്നുള്ള ആ ഒരു ഇതിലേക്ക് വരും. അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ മെയിലിലേക്ക് ഇതുപോലെ ഒരു നമുക്കൊരു ഇതും വരും. പിന്നെ അതിനുശേഷം നിങ്ങൾക്ക് വർക്ക് വരുമ്പോൾ അവർ ആദ്യമായിട്ട് മെയിലിലൂടെ ആയിരിക്കും നിങ്ങളെ അറിയിക്കുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ജോബ് ചെയ്തുകൊണ്ട് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ജോബ് ചെയ്തുകൊണ്ട് മണി ഏൺ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആരും മിസ് ചെയ്യേണ്ട, വേഗം നിങ്ങൾ രജിസ്റ്റർ ചെയ്തോളൂ. നിങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ ഫസ്റ്റ് തന്നെ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ഈ വർക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ആൻഡ് നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ മറക്കണ്ട. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും. ഓക്കെ.